കണ്ണൂരിൽ വാഹനാപകടത്തിൽ 4 വയസ്സുകാരി മരിച്ചു. പാവന്നൂർ കടവ് സ്വദേശി തഷ്രീഫിയാണ് മരിച്ചത്. മാതാപിതാക്കളോടൊപ്പം റോഡരികിൽ നിൽക്കുമ്പോഴാണ് ഇന്നലെ രാത്രി അപകടമുണ്ടായത്. അമിത വേഗതയിൽ വന്ന മിനി ലോറി മൂവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നിഖിൽ അളവൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, മാതാപിതാക്കളുടെ നില എങ്ങനെയാണ്? മറ്റു വിശദാംശങ്ങൾ. രുചീഷ്, മാതാപിതാക്കളുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അവർ ICUവിൽ ചികിത്സയിലാണ്. ഏതായാലും വളരെ ദാരുണമായ സംഭവമാണ് ഇന്നലെ രാത്രി ഒരു 8:20 കുറ്റ്യാട്ടൂർ പാവന്നൂർ കടവിൽ ഉണ്ടായത്. പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ് ഇരിക്കൂറിൽ നിന്ന് പാവന്നൂർ കടവിലെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് സാജിദ് ഭാര്യയും മകളുമായി സ്കൂട്ടർ നിർത്തുന്നത്. അതായത് സാജിദിൻ്റെ വീട്ടിലേക്ക് സ്കൂട്ടർ പോകുന്ന വഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് റോഡരികിൽ നിർത്തി വീട്ടിലേക്ക് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്നതിന് വേണ്ടി സ്കൂട്ടർ നിർത്തി ഈ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിലാണ് അമിത വേഗതയിലെത്തിയ മിനി ലോറി ഈ വാഹനത്തിൽ ഇടിക്കുന്നത്. ഈ ഇടിയുടെ ആഘാതത്തിൽ സാജിദിൻ്റെ ഭാര്യ മൈമൂനത്ത് തെറിച്ച് താഴേക്ക് പോകുന്നു. ഒപ്പം തന്നെ ഈ മിനി ലോറിയിൽ ഉണ്ടായിരുന്ന 2 ആളുകളും താഴേക്ക് വീണു. ഇതിനൊപ്പമാണ് ഈ കുട്ടി തെറിച്ച് ഈ വാഹനത്തോടൊപ്പം തന്നെ മുന്നോട്ട് നീങ്ങുകയും ഈ പാലത്തിൻ്റെ കൈവരിയിലും വാഹനത്തിനും ഇടയിൽ കുടുങ്ങി അതിദാരുണമായി ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. വാഹനത്തിൻ്റെ അമിത വേഗത എന്ന് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മാത്രമല്ല, ഒരു സ്ഥിരം അപകട മേഖലയാണ് ഈ പറയുന്ന പ്രദേശം. കൊടും വളവാണ്. അതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങൾ കാണുകയൊന്നുമില്ല. അവിടെയാണെങ്കിൽ വലിയ വേഗതയിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ വരുന്ന സംഭവങ്ങൾ കൂടി ഉണ്ടാകുന്നതോടുകൂടിയാണ് വലിയ അപകടം ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഒപ്പം തന്നെ ഈ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായുള്ളൊരു സംശയം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും മയ്യിൽ പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയും ഡ്രൈവറെ കണ്ടെത്താനായിട്ടില്ല. മറ്റൊരു ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത്, ഈ അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോൾ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളിലും അതിനുള്ള തയ്യാറെടുപ്പുകളിലുമൊക്കെ തുടരുന്നതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ തസ്രീഫയുടെ അതിദാരുണമായ മരണം ഇന്നലെ രാത്രി ഉണ്ടായ ഒരു അപകടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ശരി നിഖിൽ.